ജോർജ് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ആള് വിഷ്വൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കട്ടെ. എങ്ങനെയുണ്ട് പറ കഴിക്ക് സെറ്റാണ്. എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. ഏതാ വണ്ടി? അപ്പൊ നേപ്പാള് വന്നിട്ട് പിള്ളേരിന് അടി കൊണ്ട മോശമാണ് കേട്ടാ. പോയിട്ട് വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പൊന്നു കേസ് നിങ്ങളൊന്നും നോക്കിയ സാധനം കാറ്റ് പോയ ബലൂണോ വല്ല ഉണ്ടല്ലോ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് സ്വാഗതം. കേസ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു കിടിലൻ വാട്ടർഫാൾസ് എന്താണ് നമ്മുടെ ബാഹുബലി വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കിടിലൻ വാട്ടർഫാൾസിൽ പോയിരുന്നു. ഞാൻ ഇപ്പോൾ നേപ്പാളാണുള്ളത്. നേപ്പാൾ അങ്ങനെ എത്തി, നേപ്പാൾ എന്തൊക്കെ കാഴ്ചകളായിരുന്നു എന്നുള്ളത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ എപ്പിസോഡാണ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴയ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. പുതിയതായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാട്ടർഫാൾസ് കണ്ട് നേരെ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ അക്കുണ്ട്, വിനീതേട്ടനുണ്ട്, അച്ചുണ്ട്, അനൂപുണ്ട്, ജിഷ്ണുണ്ട്, പിന്നെ നമ്മുടെ ഒരു ബ്രോയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ അക്കുവിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. ബ്രദറിൻ്റെ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെന്ത് അവിടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വാങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. നല്ല കേരള ഫുഡ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിനീതേട്ടാ എന്തായിരിക്കും ഇവിടെ ഉണ്ടാക്കിയിട്ട്? ഹൈദരാബാദാണ് ചേച്ചി. ഹൈദരാബാദ് ആയതുകൊണ്ട് അല്ല, എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് നല്ല എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്താണെന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ എന്തായിരിക്കും ഫുഡ് എന്ന് പറഞ്ഞില്ല. എന്തായാലും വൈര് നിറയെ കഴിക്കണം ഹോം ഫുഡ്. കാരണം ഞങ്ങൾ 3 ദിവസം ട്രെയിന് കഴിഞ്ഞ് ഹോട്ടൽ, എൻ്റെ പൊന്നേ വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലൻ ഫുഡായിരിക്കില്ല. അപ്പോൾ ഹൈദരാബാദി ആയിരിക്കും ചോറ് മീൻസ് നമ്മുടെ അവിടെ നാട്ടിൽ. ഞാൻ പറയട്ടെ, അതൊക്കെ കഞ്ഞി കിട്ടിയാൽ മതി. കാരണം നമ്മൾ 3 ദിവസം ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത് വന്നതാണ്. ഹോട്ടൽ ഫുഡിൽ നിന്ന് മടുത്ത് നമുക്ക് പോയി നോക്കട്ടെ. അക്കുണ്ട് ഞങ്ങളുടെ കൂടെ. ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ ടൗൺ ഏരിയ, ആ ഒരു ആകാശം നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത കളർ കേട്ടോ. അടിപൊളി ഒരു രക്ഷയില്ല. വരുന്നുണ്ട് ഒരു വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഇന്നും കാഠ്മണ്ഡു നൈറ്റ് ലൈഫ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. സക്കുവിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കണ്ട. ലെറ്റ്സ് ഗോ. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതാണ് ചേച്ചി. ഓക്കെ ഹായ്. ഇത് അക്കുവിൻ്റെ ഏട്ടൻ്റെ വൈഫ് കേട്ടാ. അതാ എല്ലാ വീഡിയോസും കാണുന്നുണ്ടാ. അടിപൊളി. അക്കുവിൻ്റെ എല്ലാം കാണുന്നില്ലേ? കുസറിന്റെ ഏട്ടൻ്റെ വീട്ടിൽ വന്നത് മീൻ ഇട്ടാ. മീൻ വിനോദ കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് പറ കഴിക്ക് സെറ്റാണ്. അനുവ കഴിച്ചു നോക്കി പറഞ്ഞ എന്നുണ്ട് പറഞ്ഞ. ഇതെന്ത് റൈസ് ആക്കൂ? ഇത് നോർമൽ റൈസ് ആണ് അല്ലേ? പക്ഷെ ഇവിടുത്തെ റൈസ് ഇങ്ങനെയാണോ? ഓക്കെ. ഇതെന്നാ ചിക്കൻ. ഇതെന്നാ സലാഡ്. അതുപോലെ നമ്മുടെ മീൻ കറി ഇട്ടാ. എന്താ മോനെ പൊളി. എടാ പണിയെടുക്ക നോക്കടാ പാവട്ടാ. അക്കുവിന്റെ മരുമാനല്ലേ അങ്ങനല്ലേ പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാ? ചേട്ടന്റെ മോൻ പറയുമ്പോ ചേട്ടന്റെ മോൻ. ഓക്കെ. ഇവിടുത്തെ ഒരു റൈസ് ആട്ടാ. നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അടിപൊളി. അതുപോലെ ചിക്കൻ, മീന്. ഇതെന്താ കറി? ഇതെന്താണ്? പരിപ്പ്. ഓക്കെ റൈസ്. ഓക്കെ. എന്തായാലും സംഭവം എന്തായാലും അടിപൊളി. 3 ദിവസം ട്രെയിൻ യാത്ര ചെയ്ത് കാണിക്കേണ്ട ചോറ്. ഒരു ചോറന്നെ 3 ദിവസം നിന്നാട്ടാ. എന്തായാലും അടിപൊളി. ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. എല്ലാവരും കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല വിശക്കും. അവിടെ ഉച്ചയ്ക്ക് കഴിക്കേണ്ടതാണ്. ഇപ്പൊ സമയം 6 മണി. ഞങ്ങൾ ഓടി എത്താൻ വയ്യ. അതാണ്. എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ജിഷുവിന് പ്ലേറ്റ് കിട്ടിയില്ലേ? സെറ്റല്ലേ അക്കു? ബാ. അക്കുവിന്റെ ഫാമിലീസിനൊക്കെ വിളിച്ച് സംസാരിക്കട്ടെ. എല്ലാവരും കൂടെ കുടുംബക്കാര്. നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടാ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ നേരം കുടുംബവിശേഷങ്ങളൊക്കെ അക്കു ഷെയർ ചെയ്തിട്ടുണ്ടാ. അക്കു ഫുള്ള് കുടുംബവിശേഷം. അപ്പോൾ അക്കുവിൻ്റെ ബ്രദറുണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയാണ്. നമ്മൾ നേരെ ടൗണിലേക്ക് പോവാണ്. ടൗണിൽ പോയിട്ട് ടൗണിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. കാശ്മീർ ടൗൺ. ആരായിരുന്നു? അതാ കിച്ചു ഒരു ഹായ് പറടാ. ഹായ്.
പേര് ഫുൾ നെയിം പറ, ഫുൾ നെയിം പറ. എടാ പറയടാ. അതെ, എല്ലാവരും ഇറങ്ങണ കണ്ടിട്ട് അവനെ അർജന്റ് പിടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പൊ ബ്രദർ കുറച്ച് നമുക്ക് ക്യാഷ് കൺവേർട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്, നേപ്പാളി പൈസ. അപ്പൊ അതും കൂടെ മേടിച്ച് ഞങ്ങൾ നേരെ ടൗണിലേക്ക് വിടുക കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും മെല്ലെ നടക്കണം. അപ്പൊ ഇതാണ് അക്കുവിന്റെ അങ്ങനെ വരിക, ചേച്ചിയമ്മ. അപ്പൊ ഓക്കെ, ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടാ. അവന് ഫുള്ള് ഹാപ്പി. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ നടക്കാട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങളില്ലേ നല്ല മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ റൈസും. ബ്രോ ATM പൈസ എടുക്കാൻ പോയതാണ്. നല്ല മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറി കേട്ടോ. റൈസ് മാത്രം നമ്മുടെ നാട്ടിലെ പോലെ കിട്ടില്ല, പക്ഷെ ബാക്കിയെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ വൈര് നിറയെ കഴിച്ചു, കാരണം ആക്ച്വലി ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചു അതാട്ടാ. അങ്ങനെ അക്കുൻ്റെ ബ്രദർ നമുക്ക് പൈസയൊക്കെ തന്ന് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ കാഠ്മണ്ഡു ടൗൺ, അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തി. നേരെ റൂമിൽ പോട്ടെ. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഈവനിങ് നോക്കട്ടെ. ഒന്ന് കുളി കഴിഞ്ഞാലേ അറിയുള്ളൂ പോകാൻ കഴിയുമോ എന്നൊക്കെ. ജസ്റ്റ് ടൗണിലേക്ക് ഇറങ്ങണമെന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തോടെ നമ്മുടെ കാഠ്മണ്ഡുവിൽ സ്റ്റേ കഴിയും, ഇന്ന് മാത്രം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇവിടെ നിന്ന് നടന്ന് റൂമിലേക്ക് പോവാണ്, തീരെ വയ്യ. അപ്പം ഞാൻ വരാം. അങ്ങനെ നമ്മളിതാ ഇന്നലെ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇന്ന് മോർണിംഗ് ആയി. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് മോർണിംഗ് ആയി. നമ്മൾ ഇന്നലെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ടയർഡായിട്ട് വന്ന് ഇവിടെ കയറി. പിന്നെ നൈറ്റ് ലൈഫ് കാണാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് കറങ്ങി കഴിഞ്ഞത് ഫുള്ള് ടയർഡായി വന്ന് കിടന്നുറങ്ങി. ഇന്ന് മോർണിംഗ് നമ്മളിതാ കാഠ്മണ്ഡുവിൽ നമ്മൾ ഇത്ര ദിവസം ഇരുന്ന റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ ബാഗ് വെച്ച് എല്ലാവരും റെഡിയായി. ഞങ്ങളിപ്പോൾ കാറിൽ കയറി ഇരിക്കുകയാണ്. ഇന്ന് ശരിക്കും ഞങ്ങൾ കുരി വില്ലേജാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ആ ഒരു ടൈം കൊണ്ട് ഓടിയെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ നമ്മൾ പോയ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇന്നലെ കണ്ട എപ്പിസോഡിൽ നിങ്ങൾ ആ സ്ഥലത്തേക്ക് നമുക്ക് പോയി വരുന്ന ടൈം കുറച്ച് നമ്മൾ എത്താൻ വൈകി. അപ്പോൾ ആ ടൈം വൈകിയതോടെ കുറച്ച് ഡിലേ. അപ്പോൾ നമ്മൾ കുരി വില്ലേജ് ഒഴിവാക്കി, കാരണം അവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ തന്നെ സ്നോഫോളൊക്കെ ഉണ്ടാകുമ്പോൾ പോകുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് കാഠ്മണ്ഡുവിൽ തന്നെ കുറേ അടിപൊളി ടെമ്പിൾസും അതുപോലെ ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ആക്കണം. ആദ്യം ഞങ്ങളെല്ലാവരും ഇതാ റെഡിയായി. ഇനിയിപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കാന്നുള്ള ഓപ്ഷനാണ്. ഏകദേശം സമയം ഒരു 9 മണി ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കിടക്കട്ടെ. പശുപതി ടെമ്പിളിലേക്ക് എത്തിയിട്ടാണ്, കാരണം ആർക്കും വയ്യ, ടയേർഡാണ്. കുറേ ദിവസമായിട്ട് ഉറക്കൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പരിപാടികൾ ഉഷാറാക്കാം. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ അവിടെ നിർത്തിയിട്ട് എന്ന വഴി കുറേ നോക്കി വന്നു, നല്ലതൊന്നും കിട്ടി. നമ്മുടെ ഡ്രൈവർ ബ്രോ വണ്ടി നിർത്തിയിട്ട് വരും, ശ്യാമല്ലേ, ശ്യാം ബ്രോ വണ്ടി നിർത്തിയിട്ട് വരും. കാറ്റ് പോയ ബലൂണോ വല്ല ഉണ്ടല്ലോ. എവിടെ പോണേ ഹോട്ടല്? ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞവര്. അതിൽ കയറി നോക്കാം. വാ, പിന്നീട് അതിൽ കയറി നോക്കാം. വലിയ റോഡായതുകൊണ്ടാണ് കേട്ടോ, സൈഡൊന്നും വലിയ ഹോട്ടലൊന്നുമില്ല. ഇത് ഹോട്ടലിൽ ഇത് കുറച്ച് ലക്ഷറി ആയിരിക്കും. നമുക്ക് ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. മോർണിംഗ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, അമ്പലത്തേക്ക് സുഖമായിട്ട് കയറി പോവാം. ഇന്ന് നമ്മൾ ഫുള്ള് പ്ലാൻ ആക്കിയത് ഇന്ന് കാഠ്മണ്ഡുവിൽ കുറേ അതുപോലെ നമ്മുടെ യോധ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, അതുപോലെ അങ്ങനെയുള്ള കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാനുള്ള പ്ലാനാണ് ഇന്നത്തെ ഞങ്ങളുടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലം കൂടെ ബുക്ക് ചെയ്യണം, പൊളിയാക്കണം, പവറാക്കണം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുവിടാം. നമ്മൾ നേരെ ഈ നമ്മുടെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. എല്ലാവരും വരുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും നല്ല ടയേർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ടയേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ടയേർഡാണ്. ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ കാണിച്ചു കേട്ടോ. തിരക്ക്, ആൾക്കാർ നടക്കണം നോക്കണം കണ്ടോ, അങ്ങ് വരെ ഫുള്ള് ആളാട്ടാ. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഇവിടെ എന്താ അച്ഛനറിയാം, കുറേ കേട്ടിട്ടില്ലേ ഈ പേര്. നമ്മളെന്തായാലും നടന്നു നോക്കട്ടെ. ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണം കേട്ടോ. അതായത് ഫുഡ് ഇപ്പോൾ ആര് വന്നാലും ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുക, ഒരു പ്രസാദം പോലെ ഇവരിങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മുടെ സ്വാമി പോകണുണ്ട്. ഞങ്ങൾ സ്വാമിമാരാണ് ഇവിടെ ഫുള്ള് കേട്ടോ, ഫുള്ള് സ്വാമിമാർ. ഇത് അക്ഷരം വെച്ചിട്ട് നമുക്ക് മാല ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടാ. ഫുള്ള് കച്ചവടക്കാരൻ്റെ തിരക്ക് കേട്ടാ. അത് അവിടെ ഒരു
നല്ലൊരു ഗിത്താറ് വായിക്കണൊരു അപ്പൂപ്പൻ. ഒരു മിനിറ്റ്, ആള് വായിക്കുന്നോട്ടെ. വായിക്കോ? ആള് നല്ല ഗിത്താറ് വായിക്കണ്ട കേട്ടോ അവിടെ. നമ്മളിനി അങ്ങോട്ട് പോകാണല്ലോ. മെയിൻ അതിൻ്റെ ഏരിയയ്ക്കൊക്കെ എത്തണേ ഉള്ളൂ. അവിടെ അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ട നല്ല രസമുണ്ടല്ലേ, അടിപൊളിട്ടാ. നല്ല പിക്ക് എടുക്കാൻ പറ്റിയ ഏരിയ നടന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടില്ലേ നിങ്ങൾ? അടിപൊളിയിട്ട് ഒരു രക്ഷയില്ലേ. ബിൽഡിങ്, അതുപോലെ അവിടെ ഫുള്ള് ഒരേ സ്ട്രക്ചറിലുള്ള ബിൽഡിങ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം. അവിടെ നോക്കുമ്പോൾ കയറി കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളാണ്. കുറേ സ്റ്റെയറൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ആർമിക്കാരനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, തോക്കും കൊണ്ട്. ഇവർക്ക് എന്തിനാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും സംഭവം അടിപൊളി. പിള്ളേരോടെ നിൽക്കുന്നുണ്ട്. ഒരു ഇതെന്താണ് സംഭവം? ഒരു തപസിൻ്റെ ആട്ടാ, ഒരു തപസിൻ്റെ. എന്തായാലും അടിപൊളി. കുറേ ഉണ്ട് കേട്ടോ കാണാൻ, കുറേ ഉണ്ട് കാണാൻ. നൈസ്. എൻ്റെ പൊന്നെ ഈ ഒരു ഗുരുസ്വാമിനെ നോക്കിയാൽ ഇത് മനുഷ്യൻ തന്നെ ആണോന്ന് അറിയില്ല കേട്ടോ. നോക്കിയ ആളുടെ മുഖം എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പ്രാവിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കും. ബിൽഡിംഗ് ഒക്കെ ഭയങ്കര അടിപൊളി കേട്ടോ, ഒരേ ലെവലിലുള്ള സ്ട്രക്ചർ. ഇതൊരു ഗോപുരമാണ്, ഒരു രക്ഷയില്ല, അടിപൊളി. എൻ്റെ പൊന്നെ ഒരു ചെറിയ വാരണാസിയാണ് കൊണ്ടിട്ടത്. ഇനി ഈ സൈഡ് നോക്കിയാ, ഇത് നോക്കിയാ, ഇത് നോക്ക്, ഇത് ചെറിയ വാരണാസിയാണ്. അതാ കത്തിക്കണതാ. പക്ഷെ എൻ്റെ പൊന്നെ കേസ് നോക്കിയാ, ഒരു ചോട്ടാവാല വാരണാസിൻ്റെ ഒരു സെറ്റപ്പാട്ടാ. അവിടെ ബോഡി കത്തിക്കണാണ് കൊണ്ടിട്ടാ. കണ്ടില്ലേ നിങ്ങൾ? ഫുള്ള് ഇവിടെയൊക്കെ ബോഡി കത്തിക്കുന്ന ഏരിയയാണ്. ഇവിടെ കർമ്മങ്ങൾ ചെയ്യണം, പൂജകൾ ചെയ്യുന്ന ഏരിയ കേട്ടാ. എൻ്റെ പൊന്നെ ചില സ്വാമിമാരനെ കാണണം. നമ്മുടെ കിളി അങ്ങോട്ട് പാറിപ്പോകും, അമ്മാതിരി സാധനം. നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞോട്ടോ. നമ്മുടെ അച്ഛന് ഫോട്ടോ എടുക്കാൻ പോയതാണ് അപ്പളേക്ക് അമ്മേൻ്റെ അടുത്ത്. നമുക്ക് പോയിട്ട് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. വന്നപ്പോഴായിട്ട് നമ്മുടെ SGK കണ്ട്. SGK അവിടെ ഉണ്ട്. SGK എൻ്റെ അടുത്ത് ഒരു സെൽഫി എടുത്തിട്ട് വരും അല്ലേ. സന്തോഷ് ജോർജ് മുളങ്ങര അവിടെ ഇരുന്നിട്ട് ആള് വിഷ്വൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആളെ തിരക്കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ. ഒരു രക്ഷയില്ല, ആള് ഫുള്ള് ഷോട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. ഞങ്ങൾ ഇനി പത്ര നേരം നിൽക്കേണ്ടി വരുന്ന അറിയില്ല. എന്തായാലും ആളെ കണ്ടൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ ഫുള്ള് പൂജാകർമ്മങ്ങളാട്ടാ. ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആളിനൊക്കെ ഫോളോ ചെയ്യലുണ്ട് കേട്ടോ. ട്രാവലിങ്ങിലൊക്കെ ആൾ വളരെയധികം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾ ഭയങ്കര എനിക്ക് തോന്നുന്നു ആൾ 2 ദിവസമായി ഇവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നും കൂടെ ഒരു പരിപാടി ഉണ്ട്. ഇന്നും കൂടെ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേയിൽ പരമാവധി എടുക്കേണ്ടത് ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് സീന്. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഫോട്ടോസ് എടുത്തു, ഗ്രൂപ്പായിട്ട് എടുത്തു, എല്ലാവരും പേഴ്സണലി എടുത്തു. അടിപൊളി. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്ക് നേപ്പാൾ അല്ലെങ്കിൽ ഒരു പണ്ട് നമ്മുടെ സന്തോഷ് ജോർജ് സാറ് പണ്ട് ആദ്യമായിട്ട് വന്ന കൺട്രിയാണ് നേപ്പാൾ. പക്ഷെ ഞാനും ഇന്ന് ആദ്യമായിട്ട് വന്ന കൺട്രിയാണ് നേപ്പാൾ. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്ന്. പക്ഷെ ആൾ ഇന്ന് ഇവിടെ വെച്ച് കാണാൻ പറ്റിയത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കൺട്രി നേപ്പാൾ. ആൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയത് നേപ്പാളാണ്. അതെങ്ങനെയാണോ എനിക്കറിയില്ല. പക്ഷെ സോ ഹാപ്പി. ഫോട്ടോ എടുത്ത് എല്ലാവരും ഹാപ്പിയായി. കയറുന്നുണ്ടാ? ഉള്ളിൽ കയറുന്നില്ല? ഏതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറണ്ട? അധികം പോകണ്ട്. ഓക്കെ നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. സോ ഹാപ്പി, ഭയങ്കര ഹാപ്പി, ഒന്നും പറയാനില്ല. കുറച്ച് ആ ഒരു ഏരിയയിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നിട്ടോ. അമ്പലത്തേക്ക് ഫ്രണ്ടിൽ കയറാം. അപ്പോൾ നമുക്ക് ചെരുപ്പും സാധനങ്ങളൊക്കെ ഇവിടെ വേണം ഊരി വയ്ക്കാം. അപ്പോൾ അവരവിടെ ഊരി വെച്ചിട്ട് വരും കേട്ടോ. എന്തായാലും ഉള്ളിൽ പോകില്ല. ഉള്ളിൽ പോകുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകില്ല. വിനീതേട്ടനും നമ്മുടെ അച്ചും കൂടെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അക്കും ഞാനും അനൂപും പുറത്ത് നിൽക്കും. അവരെന്തായാലും പോയിട്ട് വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ പ്ലാൻ ഇടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതാണ് രസം കേട്ടോ. പോയിട്ടു ഇല്ല പോയിട്ടു അറിയില്ല. ഇവിടെ എന്തോ ഒരു സാധനം കേട്ടോ, അടിപൊളി. എന്താ വെള്ളമൊക്കെ വരുന്നതിന്റെ എന്തോ ഒരു സെറ്റപ്പാണ്. എന്തായാലും അടിപൊളി, കുഴപ്പമില്ല. ഇഷ്ടമാണ്. ഇതെത്ര റേറ്റ് ചോദിച്ചാ? എനിക്ക് ഇത്ര ഞാനൊരു രുദ്രാക്ഷം മേടിച്ചു. ജസ്റ്റ് നേപ്പാളി 50 രൂപയില്ല. നമ്മുടെ നാട്ടിലൊരു 30 രൂപ 20 രൂപ ആ റേറ്റേ വരുള്ളൂ. ഉണ്ട് 30-35 രൂപേൻ്റെ അടുത്തേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു രുദ്രാക്ഷം മേടിച്ചിട്ടുണ്ട്. ഇത് പ്യുവർ ആ രുദ്രാക്ഷത്തിൻ്റെ കായാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എണ്ണയിലൊക്കെ ഇട്ടൊന്നും എടുക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് വരും. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ വിനീതണ്ണ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇറങ്ങാണ്. അടുത്ത പരിപാടി എങ്ങിട്ടാണെന്നൊന്നും അറിയില്ല. പ്ലാൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോവാം, വണ്ടിക്ക് പോവാം. അത് വെയിലൊരു രക്ഷയില്ല കേട്ടോ. തണുപ്പൊന്നുമില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞങ്ങളെന്തായാലും അമ്പലത്തിലെ അല്ലെങ്കിൽ ആ ടെമ്പിളിലെ
കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. നിങ്ങളെ കണ്ടല്ലോ, SEK അതിനൊക്കെ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചിറങ്ങാം കേട്ടോ. നമ്മളതപ്പോൾ പാർക്കിംഗ് എത്തി, കാറിൻ്റെ ഏരിയക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ബ്രോ അവിടെ ഉണ്ട്, ശംബ്രു ഡ്രൈവർ അവിടെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് കൂരി വില്ലേജ്, ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂരി വില്ലേജ് ക്യാൻസലാക്കുന്നത്, പക്ഷേ ഇങ്ങനെ പ്ലാൻ മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൂരി വില്ലേജിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമുക്ക് പോകാട്ടോ. നമ്മളെന്തായാലും വണ്ടി കയറി ഇരുന്ന് ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ കൂരി വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഞങ്ങൾ ഇടവഴിയിലൊന്ന് ഫുഡ് കഴിക്കാൻ നിർത്തി. ഞാൻ അത്ര നേരം വണ്ടിയിൽ നിന്ന് ഉറങ്ങായിരുന്നു. ഞാൻ അനുഭവമൊക്കെ ഫുള്ള് ടയേർഡ്, ഫുള്ള് ഉറങ്ങിയിട്ടാണ് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എന്താണെന്നറിയില്ല കേട്ടാ, മീൻ മസാലയൊക്കെ ഇട്ട് എണ്ണയിലിട്ട് പൊരിച്ച് വെച്ചെന്തോട്ടാ. ഫുഡ് കഴിക്കാൻ കയറി കേട്ടാ. ഫുള്ള് ബീർ കുപ്പികളും മാത്രമേ ഉള്ളൂ. ഇവിടെ ചുമരിൽ ഇവർ മീനൊന്ന് ഉണക്കി ഫുള്ള് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ കുത്തിയിട്ടിരിക്കട്ടാ. കണ്ടില്ലേ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടാ. അടിപൊളിയായിട്ട്, വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. മീൻ കറിയൊക്കെ നമ്മുടെ അടുത്തുള്ള പോലെ മീൻ കറിയൊന്നും അല്ല. ചിക്കൻ കറിയൊക്കെ ഇവിടെ, ചിക്കൻ കറി പിന്നെയും കുഴപ്പമില്ല അല്ലേ, ചിക്കൻ കറി പിന്നെയും കുഴപ്പമില്ല അല്ലേ. മീൻ എനിക്കെന്തോ പറ്റണല്ലോ. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഈ രുദ്രാക്ഷം നമ്മൾ അവിടെ നിന്ന് മേടിച്ചാണ് 35 രൂപ. നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ്. നമ്മുടെ ഡ്രൈവർ ശ്യാംബായി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവർക്ക് ഒരു വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അങ്ങോട്ട് പോയതാണ്. എനിക്കൊന്നും ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് 1800 രൂപയായി. കുറച്ച് മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. മച്ചന്മാരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി 1800 രൂപ വന്നു കേട്ടോ. പൈസ കൊടുത്ത്, പൈസക്കൊക്കെ ഷോർട്ട് ഇട്ടാ നേപ്പാളി പൈസ. അവസാനം നമ്മൾ അങ്ങനെയൊക്കെ അക്ക് റെഡിയാക്കിയിട്ട് വന്നു. കുറേ ഞങ്ങൾ കയറി വന്നു കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല ഹീറ്റാവാൻ തുടങ്ങി. ഇനി ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ട്. നമ്മൾ 5 മണിക്കൂറാണ് പറഞ്ഞത്, 2 കിലോമീറ്റർ അല്ല, സോറി. ഇനിയൊരു 2 മണിക്കൂറും കൂടി ഉണ്ട് റൈഡ്. വണ്ടി അത്യാവശ്യം ഹീറ്റാവാൻ തുടങ്ങി. നല്ല ഹൈ റേഞ്ചാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയത്തിൽ ഇപ്പോൾ കുറച്ച് ചൂട് പറഞ്ഞിട്ടുണ്ട്. തണുപ്പിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ട്. നമ്മൾ വന്നതൊക്കെ ഒരു കിടിലൻ പുഴൻ്റെ സൈഡ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഈ ഏരിയക്കൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ടയർഡാണ്, വണ്ടിയിൽ നിന്ന് ഉറങ്ങാമെന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് എണിച്ചിങ്ങനെ ചെയ്യുമ്പോൾ വലിയ എനർജി ഫീലൊന്നും ഉണ്ടാവില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ നിർത്തി ഒന്ന് റിലാക്സ് ആയിട്ട് പോകാമെന്ന് കരുതിയിട്ട് നിൽക്കട്ടാ. ചെക്ക് അവിടെ പോലീസുകാരുടെ അടുത്ത് കൈയൊക്കെ കാണിച്ചിട്ട് 2 പോയൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുമോ ചെക്കിങ് ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഒന്ന് നോക്കി, എന്നിട്ട് ഉറപ്പിട്ടുണ്ടാകും ശരി കേട്ടോ പറഞ്ഞു. വേറെ ടൗൺ എത്തിയിട്ടോ, ഭയങ്കര ഉയരത്തിലെത്തി. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ എത്ര നേരം കാണിച്ചെന്ന് വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയും കിടിലം കാഴ്ചകൾ കാണാനുണ്ട്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ടാ, ഫുള്ള് കോടമഞ്ഞായിട്ടാ. അങ്ങനെ വെച്ചാൽ നമ്മൾ കുറേ ദൂരമായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്തതിൽ അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. അടിപൊളി സൂപ്പർ ലാൻഡ്സ്കേപ്പ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ല, ഫുള്ള് ഷീറ്റ് ഇട്ടിട്ട് ഒരു സെറ്റപ്പാണ്. എന്തായാലും കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല. പിന്നെ ആ കാണേണ്ട അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. അടിപൊളി, അത്രയും ഒരു കിടിലൻ ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം ഉണ്ടാക്കും സെറ്റ് സ്ഥലം. ഒരു പുഴയും വെള്ളച്ചാട്ടവും ഒക്കെ. നൈസ് നൈസ് നൈസ്. ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കിടിലൻ വ്യൂ ആണ്. നിങ്ങൾ വിഷ്വൽസ് ഒക്കെ കണ്ടല്ലോ, എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് മതിയാണല്ലോ. അടിപൊളി സ്ഥലം. ഇവിടെ നോക്കിയാൽ ഒരു വ്യൂ നോക്കി നിങ്ങൾ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത സാധനം. അതുപോലെ ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് കണ്ടില്ലേ, അടിപൊളി. നമുക്കിത് ഇവിടെ ഒന്ന് പോയി ചായ എന്തെങ്കിലും കുടിക്കുക, ഒന്ന് ചില്ലാവാം. നമ്മൾ ഏകദേശം സ്ഥലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തുക എന്നുള്ള ആ ഒരു ടാസ്ക് മാത്രമല്ല. അനൂപ് ടയേർഡാണ് കേട്ടോ. അനൂപിന് ചെറുതായിട്ട് പനി, കാലാവസ്ഥയൊന്നും അവന് അനുകൂലമല്ല. അനൂപ് നീ ഓക്കെ അല്ലടാ? ഇപ്പോൾ ഓക്കെ അല്ലേ? അത്യാവശ്യം ഉറങ്ങി വണ്ടിയിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിയിൽ നിന്ന് ഉറങ്ങി. ചെറിയൊരു പനി വരെ, കാലാവസ്ഥ ചേഞ്ച് അതാ പെട്ടെന്ന് അവനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അവൻ ഇപ്പോൾ ഓക്കെയാണ്. ഇന്നലെ അത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിൻ്റെ അല്ലേ, അതിൻ്റെ ആയിരിക്കണം. അപ്പം ഇപ്പോൾ ഏകദേശം നമ്മൾ മെഡിസിനൊക്കെ അത്യാവശ്യം മേടിച്ചിട്ടുണ്ട്. വിനീതായിട്ട് മെഡിസിനൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്ന് മെഡിസിനൊക്കെ കഴിച്ചു. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പം നമുക്ക് ചായ കുടിക്കാം. അവിടെ ഏതാ ഫീല് ജിസ് നോക്കിയാൽ
പ്ലേസ് ഇതേട്ടാ പൊളിക്കണ്ട നമുക്ക് കുരി വില്ലേജ്. നമുക്ക് ഇതിപ്പോൾ ഇറങ്ങി പോകാറുണ്ട് കേട്ടോ പുഴയ്ക്കൊക്കെ. ഇവിടെ ടോയ്ലറ്റാണ്. ആ ഒരു സാധനം അടിപൊളി. ഇവിടെ ഒരു കുളം, അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതെന്താണെന്നറിയില്ല. അവിടെ എന്തായാലും അടിപൊളി സെറ്റ് സ്ഥാനം. നമ്മളില്ലേ ചായ കുടിച്ചിട്ട് കേട്ടാ. അപ്പോൾ നേപ്പാൾ വന്നിട്ട് പിള്ളേരിനെ അടി കൊണ്ട മോശമാണ് കേട്ടോ. നേപ്പാൾ വന്നിട്ട് പിള്ളേരിനെ തല്ലുകൊണ്ട മോശം. ഇതേക്കോ ഹായ് ഹായ്, എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയോ എൻ്റെ മുഖം. ഡോ ഇവിടെ നോക്കടാ. എനിക്ക് മലയാളികളെ അറിയോ? മലയാളീനെ ഞങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയോ? എടാ മോനെ ഇവിടെ നോക്കടാ. ചോറിനാ നീ ചോറിനാ എവിടേക്ക് പോടാ പറയണേ? ചോറിനടാ നീ. ഞാന് പിന്നെ സൈക്കിളാണ്. പിന്നെ അടി കൊള്ളണ്ട കേട്ടാ. നേപ്പാൾ വന്ന് തല്ലുകൊള്ളണ്ട, സീനാവും. എൻ്റെ പ്രായത്തിന് പക്വത കുറവുണ്ട്, അത് ക്ഷമിക്കാക്കും. ഹായ് പോലോ. ഹായ് ഹായ് ഹായ്. അവൻ്റെ മുഖം മാറണേട്ടാ, അവൻ്റെ മുഖം മാറണ. നീ ആരാടാ? നീ എന്താ കാണിക്കണെന്ന് ചോദിക്കുന്നു. അവര് അവിടെ നിന്നൊക്കെ ചോദിക്കട്ടെ നമ്മുടെ അടുത്ത്. ഇവിടെയാണെങ്കിൽ അക്കുവിനെ ഫോട്ടോ എടുക്കാൻ 4 പേര്. കളി തന്നെ അക്കു. അവര് നമ്മുടെ അടുത്ത് ഇവിടെയുള്ള ഈ ചേട്ടന്മാരില്ലേ, ഇവര് രജനീകാന്തിനെയൊക്കെ ചോദിച്ചിട്ടോ. അവര് രജനീകാന്തിനെയൊക്കെ അറിയാം. അവരെന്തായാലും ഇന്ത്യൻ മൂവീസൊക്കെ അത്യാവശ്യം കാണുന്നുണ്ടാവും. പിന്നെ തമിഴ്നാട് പറഞ്ഞ്, അപ്പൊ തമിഴ്നാടാണ് ഞങ്ങളുടെ അടുത്ത സ്റ്റേറ്റ് ആണ്. മമ്മൂട്ടി മോഹൻലാലിലേക്ക് നമ്മുടെ അക്കുസേട്ട പറഞ്ഞു കൊടുത്ത് നോക്കി. പക്ഷെ മനസ്സിലായില്ലേ അക്കുസേട്ട? എന്നെ മനസ്സിലായില്ലേ? ഫേമസ് കേരള പാലക്കാട് അങ്ങോട്ട് വരണം. ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിംസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അനുവേട്ടൻ്റെ ഫുള്ള് സീൻ അവിടെ. എവിടെയെങ്കിലൊക്കെ നിൽക്കുക. അടിപൊളി. ആ ഒരു മേഘത്തിന്റെ കളർ നോക്കിയാം, ആ ആകാശം നോക്കിയാ, ഇനി ഈ സൈഡ് നോക്കിയാ, ഇവിടെ നോക്കിയാ, എന്ത് വൈബാണ് അല്ലേ? നമ്മുടെ നല്ല കിടിലെ ഒരു ലൈം ടീ വന്നിട്ടാ. ലൈം ടീ അടിക്കട്ടെ. അവിടെ നിന്നാണ് ഞാൻ ആ ഫോട്ടോ ഒക്കെ വെച്ച് ഫ്രെയിമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചായ കുടിക്കുകയാണ്. നമ്മളങ്ങനെ ഇവിടെ ഒരു സ്പോട്ടിലെത്തി. കറക്റ്റ് സ്ഥലമൊന്നും എനിക്കറിയില്ല. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓഫ് റോഡിലാണ് പോണത്. നമ്മുടെ കാർ ഇവിടെ പയ്യെ നിർത്തിയിട്ട് വരും. നമ്മളെല്ലാ ലഗേജും ഇതാണല്ലേ ഇതിൻ്റെ ബാക്കിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ കുരു വില്ലേജിൽ നമ്മളൊരു ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു റൂമാണ്. എന്നാൽ അത്യാവശ്യം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു റൂമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി കണ്ടില്ല ഞങ്ങൾ ഫുള്ള് പിക്കപ്പ്, മറ്റേ ബാക്കിലേക്ക് ഇരിക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. എത്തിയതും വണ്ടീനെ വിളിച്ച് വരുത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഓഫ് റോഡൊക്കെ താണ്ടി പോവാം. എനിക്കൊണ്ട് 18 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി കയറിയുന്നുണ്ട്. അച്ചു ജിഷ്ണു ഒക്കെ ഉറങ്ങി. അനുവിനൊന്നും വയ്യാട്ടോ, തീരെ ടയേർഡായിക്കണം. ഇന്ന് റൂമിൽ പോയിട്ട് വേണം റെസ്റ്റ് എടുക്കാം. നമ്മൾ വണ്ടി കയറിയിരിക്കണം. വണ്ടീൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ? ഫുള്ള് നമ്മുടെ നാട്ടിലൊരു കല്യാണ പന്തൽ ഉണ്ടാക്കൂലേ, പഴയ കാലത്ത് കുറേ മുന്നുള്ള പന്തലൊക്കെ കണ്ടിട്ടില്ല, അതിലിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത പോലെ കണ്ട. വണ്ടി ഫുള്ള് ഡെക്കറേഷനാണ്. ഒരു ആഴ്ചയല്ല മോനെ. ഏതാ വണ്ടി? ഇവിടെ മ്യൂസിക്കൊക്കെ ഉണ്ടടാ. പയ്യെങ്കിലും തള്ളിനൊരു കുറവുമില്ല. എടാ മറക്കല്ലടാ. നമ്മളങ്ങനെ ഓഫ് റോഡ് കയറാൻ തുടങ്ങിയിട്ടോ. കുറച്ച് ദൂരം നല്ല കിടിലൻ റോഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഓഫ് റോഡ് ആയിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്കും അധികം കാണില്ല. നമ്മളെന്തായാലും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ അച്ഛേട്ടണ്ടായിരിക്കണേ, ജിഷ്ണു അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ മാത്രം മുകളിൽ കയറിയിട്ടാ. കാരണം എത്ര പേര് ഇതിൽ കറക്റ്റ് കൊള്ളുള്ളൂ. കണ്ട എല്ലാവരും ഉണ്ട്. ഓഫ് റോഡ് ഒരു രക്ഷയില്ല, കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ വിഷ്വൽ അടിപൊളിയായിട്ട് കാണാം. കൂരിയൊന്നും എത്തിയിട്ടില്ല. നമ്മളെ 2 പേരുണ്ടാവും. ഉമ്മാര് ബൈക്കിൽ ഫുള്ള് സീൻ. അങ്ങനെ ഒരു 18 കിലോമീറ്റർ ഓഫ് റോഡ് യാത്രയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പൂരി വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡാക്കുകയാണ്. ബാക്കി മോർണിംഗ് ആയിരിക്കും നമ്മൾ വരിക. നാളെ നമ്മൾ പൂരി വില്ലേജിൽ കുറേ കിടിലൻ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് മെല്ലെ ഉണ്ടാക്കണം. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. കാരണം ഒന്നാമത് നമ്മൾ നല്ല ടയേർഡാണ്. ഇന്ന് പോയിട്ട് ഫുള്ള് കിടന്ന് റെസ്റ്റ് എടുക്കും. എല്ലാവരും അനുവൊക്കെ പനിയൊക്കെ വന്ന് ഫുള്ള് സീനാണ്. അപ്പോൾ മരുന്നൊക്കെ കഴിച്ച് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയണം. ബൈ ഗൈസ്, സീ യു. മറ്റൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. ബൈ.
कल टॉप करने टाइम तो ठीक है क्या 9-10 बजे अप एंड डाउन है अकेला अकेला